റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് ചക്കയും കൂഴച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് തേങ്ങ തിരുകിയതും പിന്നെ കുറച്ച് തേങ്ങ അരിഞ്ഞതും ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പ്. അപ്പോൾ ഇതൊക്കെ കയ്യിലുള്ളത് നമ്മൾ ചേർത്താൽ മതി. ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചേർക്കുന്നത്. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ബാക്കിയെല്ലാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചായക്കടിയാണ്. ചായക്കടിയായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ ഈ ചക്ക ഒന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ കൂഴച്ചക്ക എല്ലാവർക്കും കളയാൻ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്ന, ആർക്കും ഇഷ്ടമല്ലാതൊക്കെ വരും. അപ്പം നല്ല പഴുത്ത കൂഴച്ചക്കയാണ്. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ചക്ക മിക്സിയിൽ അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ശർക്കരയും കൂടെ ചേർത്താണ് ഞാൻ അടിക്കുന്നത്. വെള്ള ശർക്കരയാണ്, കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ്. അതും കൂടെ ചക്കയുടെ കൂടെ ചേർത്ത് അടിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന ചക്ക. നമുക്ക് ഈ ഗോതമ്പ് പൊടി അരിപ്പൊടി ചക്കയും കൂടി ചെറുതായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ പതുക്കെ ഓരോന്നിങ്ങനെ കുഴച്ച് എടുക്കണം. ഇതിൻ്റെ അകത്ത് ഇനി ഇച്ചിരി ഉപ്പ് ചേർക്കണം. അത് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് വേറെ ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മൾ ചിരകിയ തേങ്ങ മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. ഇതാണ് ഇതിൻ്റെ രുചിയുടെ കാര്യം. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. തേങ്ങ കുറവുള്ളവർക്കൊന്നും അരിഞ്ഞ് ചേർക്കണമെന്നില്ല. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. 1/4 ടീസ്പൂൺ മതി. അത് നമുക്ക് ഈ തേങ്ങയിലോട്ടൊന്ന് ഞവിടാം. തേങ്ങയിലോട്ട് ഞവിടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങയും കൂടെ ഒന്നുകൂടെ നല്ലപോലെ ഞവിടി യോജിപ്പിക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നേന്ന് പറഞ്ഞിട്ട് ഇത് ഇട്ടതിന് ശേഷം നമുക്കിത് ഒന്നേന്ന് പറഞ്ഞിട്ട് ഞവിടി യോജിപ്പിക്കണം. കാര്യം എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൂടിക്കിടന്നു പോകും. അതിനാണ് ഓരോ സാധനം ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കുഴച്ച് ഞവിടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി 5 മിനിറ്റോ 10 മിനിറ്റോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് സമയം നമുക്ക് കിട്ടും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട്. കാര്യം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടച്ച് വെച്ചിട്ട് കുറച്ച് വയനയില ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുമ്പിൾ കുത്തിയെടുക്കാം. ഇത് എല്ലാം കഴുകി വെച്ചിരിക്കുന്ന വയനയിലയാണ്. ഇപ്പോൾ ഇലയെല്ലാം ഞാൻ കുമ്പിൾ കുത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കൈ ഒന്ന് നനച്ച ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്ത് നമുക്ക് നിറയ്ക്കൊന്നും വേണ്ട. ഒരു അരഭാഗം ഇരുന്നാൽ മതി. പൊങ്ങി വരത്തൊന്നുമില്ല, എന്നാലും അരഭാഗം വെച്ചാൽ മതി. ഈ ഇഡ്ഡലി തട്ടിലോട്ട് അടുക്കാം. ചെറിയ തട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പതുക്കെ അടുക്കി വയ്ക്കാം. ഇത് നിറയ്ക്കുമ്പം തന്നെ അടുക്കുന്നതാണ് എളുപ്പം. എല്ലാം കൂടെ ഞാൻ അടുക്കിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നേരെ തന്നെ ഇരിക്കണം. ഒലിച്ചൊന്നും പോകില്ല. എന്നാലും നമ്മൾ നേരെ വെച്ച് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ശരി. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു തുള്ളി വെള്ളവും ചേർത്തിട്ടില്ല. നനയ്ക്കാനൊക്കെ ചക്കയുടെ ഇതുകൊണ്ടാണ് അത് നനഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇപ്പോഴും നമ്മൾ ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുമ്പിളപ്പം, ചക്കയുടെ കുമ്പിളപ്പം നല്ല ടേസ്റ്റിയാണ്. ഒരു അപ്പമാണ്. നമുക്കിത് പൊളിച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ പകുതി എടുത്ത് വെച്ചാൽ മതിയെന്ന്. അത് ഇതുപോലെ ഉരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക്
നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. ചൂടാറിയിട്ടില്ല. മധുരവും കൂടെ ചേർത്തത് കൊണ്ട് കുറച്ചുകൂടി മധുരമുണ്ട്. പിന്നെ ചക്ക കുറച്ചുകൂടെ ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാം. ഇങ്ങനെ പല രീതിയിലും നമുക്കത് തയ്യാറാക്കി എടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം. ഇത് വെച്ചിരുന്ന് കഴിക്കാനും നല്ലതാണ്. ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പേ ഞങ്ങളെ വീട്ടിൽ ഒരാഴ്ചയൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വയനയിലും അല്ലാതെ പൊതിഞ്ഞും കത്തനാമലയിൽ പൊതിഞ്ഞും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച വരെയൊക്കെ എടുത്തിട്ടുണ്ട്. ആവിയിൽ വേവിച്ച വലിയ കലത്തിൽ വേവിച്ചിട്ട് ഒരാഴ്ച വരെയൊക്കെ എടുത്തിട്ടുണ്ട്. ചീത്തയാവില്ല. ഇപ്പം പിന്നെ ആളുകൾ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുക്കും. വെള്ളം ചേർക്കാതെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പോഴെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചക്ക കുമ്പളപ്പം ഇപ്പം ഏലക്കയൊന്നും ചേർത്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വയനയിലേറെ മണവും ചക്കയുടെ മണവും കൂടെ നമുക്ക് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഏലക്കയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ചക്ക ഉണ്ടെങ്കിൽ കളയണ്ട. കൂഴച്ചക്ക, അതും കൂഴച്ചക്ക തിന്നാൻ മടിയായിരിക്കും പലർക്കും. അപ്പോൾ ഇതുപോലെ അപ്പം ഉണ്ടാക്കി കഴിക്കാം.